നമ്മുടെ കേരളത്തിന് ഒരു ദുര്യോഗമുണ്ട്. നമ്മുടെ കേരളത്തിന് ഒരു ദുര്യോഗമുണ്ട്. കാലാവസ്ഥാ മാറ്റം പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടാക്കുന്നു. എന്റെ ഈ രണ്ട് മക്കളുടെ വിളി കേൾക്കുന്ന കയ്യും കാണുന്നു. എന്തുകൊണ്ട് ഈ ഹോസ്റ്റൽ വഴി തന്നെ രണ്ട് മക്കളെ രക്ഷിക്കാൻ കഴിയാത്ത? ഓരോ വർഷവും നിർഭാഗ്യവശാൽ ഒരു വലിയ ദുരന്തമെങ്കിലും ഉണ്ടാകുന്നു. പുലർച്ചെ 5 മണി മുതൽ ഇതുവരെ മഴ നിർത്തിയിട്ടേ ഇല്ല. അതിശക്തമായ കാറ്റോട് കൂടിയാണ്. കൃത്യമായ ഏകോപനത്തിലൂടെ എണ്ണയിട്ട യന്ത്രം പോലെ ഭരണ സംവിധാനം പ്രവർത്തിച്ചതുകൊണ്ട് ഇതുവരെ നാം പിടിച്ചു നിന്നു. അങ്ങനെ അല്ലാത്ത കാലം വരരുതേ എന്ന് നാം പ്രാർത്ഥിച്ചു. മഴക്കാലം വന്നു, ദുരന്തകാലം വന്നു. രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ട ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ എവിടെ? അദ്ദേഹം ഹാപ്പിയാണ്. മാധ്യമങ്ങളിലൂടെ തുടരെ കാലാവസ്ഥാ കെടുതികൾ ഉണ്ടാകുന്ന സംസ്ഥാനത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് LDF നിലപാട്. ഒന്ന്, കാലവർഷം ഭീകര താണ്ഡവമാടിയ മണിക്കൂറുകളാണ്. എവിടെ പോയി മുഖ്യമന്ത്രി? ഇത്രയും നേരമായിട്ട് നമ്മുടെ ഇവിടുത്തെ അധികാരികളെ ആരെയും കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ രാവിലെ. എന്തോ സൗകര്യങ്ങളാണ്, എന്തോ എന്തിനാ ഈ ഗവൺമെന്റ് ഞങ്ങളുണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് വിജയം. എന്തൊരു ഔദ്ധത്യമാണ്. മുഖ്യമന്ത്രി ആ നിർണായകമായ മണിക്കൂറുകളിൽ എന്റെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു എന്ന് വിരുന്നൂട്ടിയ ഫൈസർ ബാഫക്കി തങ്ങൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുകയാണ്. വിമർശനം വരുന്നു, മുഖ്യമന്ത്രി ദുരന്ത നിവാരണ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നില്ല എന്ന്. അപ്പോഴെങ്കിലും അവസരത്തിനൊത്ത് ഉയരുമെന്നാണല്ലോ നാം വിചാരിക്കുക. അല്ല, അദ്ദേഹം പിന്നീട് പോകുന്നത് ജ്വല്ലറി ഉദ്ഘാടനത്തിന്. കാലാവസ്ഥാ ദുരന്തമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി ദുരന്ത നിവാരണ സമിതി യോഗം വിളിച്ചു ചേർക്കും. മുന്നറിയിപ്പുകൾ, രക്ഷാപ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തറിയിക്കും. മണിക്കൂറുകൾ, ദിവസങ്ങൾ പിന്നിടുന്നു. മരിച്ചവരുടെ എണ്ണം ഡസൻ കടന്നു. കാണാതായവരെ പറ്റി ഒരു വിവരവുമില്ല. ഡാമുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്ന് സർക്കാർ സ്പോൺസേഡ് ദുരന്തമാക്കിയെന്ന് പ്രതിപക്ഷം ആക്ഷേപമുന്നയിക്കുന്നു. മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല. ജൂലൈ 31 സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികൾ മധ്യ കേരളത്തിൽ കിഴക്കൻ മലയോര മേഖലകളിൽ അതിതീവ്ര മഴ പ്രവചിച്ചിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി മുൻകരുതലെടുത്തില്ല. 31 രാത്രി 9 മണിവരെ എവിടെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചില്ല. രാത്രി 10 മണിക്ക് പ്രഖ്യാപിച്ച അലർട്ട് മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന പരസ്യവാചകം വിമർശിക്കപ്പെട്ടു എന്നാണ് മാധ്യമ വാർത്തകൾ. കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മറ്റെന്താണ്? കേരളം ആരുടെ ഭരണത്തെയാണ് ഇപ്പോൾ